ഉത്തരാഖണ്ഡിലെ പഞ്ചകേദാറുകളിൽ അഞ്ചാമത്തേതാണ് കൽപേശ്വർ മഹാദേവ ക്ഷേത്രം. ഉർഗം താഴ്വരയിൽ 2200 മീറ്ററോളം ഉയരത്തിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡവരുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പ്രകാരം നന്ദിരൂപമെടുത്ത മഹാദേവന്റെ ജടാഭാഗം പ്രത്യക്ഷപ്പെട്ട ഇടമാണിത്. മറ്റു കേദാറുകളിലെ പോലെയുള്ള ആഡംബരങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല. ഇതൊരു ഗുഹാക്ഷേത്രം കൂടിയാണ്. അളകനന്ദാനദിയുടെ പോഷക നദിയായ കൽപ്പഗംഗയുടെ തീരത്തായി ഒരു വലിയ പർവ്വതത്തിൻ്റെ ചെരുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ ജടാഭാഗം പൂജിക്കപ്പെടുന്നതുകൊണ്ട് ജഡേശ്വർ എന്നൊരു പേരും ഈ ക്ഷേത്രത്തിനുണ്ട്. പഞ്ചകേദാറുകളിൽ കേദാർനാഥ്, മധ്യമഹേശ്വർ, തുംഗനാഥ്, രുദ്രനാഥ് എന്നീ ക്ഷേത്രങ്ങളെല്ലാം ശൈത്യകാലത്ത് 6 മാസം നടയടച്ചിടുമ്പോൾ വർഷത്തിൽ 365 ദിവസവും പൂജ നടക്കുന്നതും സന്ദർശിക്കാനാവുന്നതുമായ പഞ്ചകേദാര ക്ഷേത്രവും ഇതുതന്നെയാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉർഗം ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. സഞ്ചാരികൾ അധികം എത്തിപ്പെടാത്ത അതിമനോഹരമായ ഒരു ഹിമാലയൻ ഗ്രാമമാണിത്. ഹരിദ്വാർ ബദരീനാഥ് റൂട്ടിൽ ഹെലാങ് എന്ന സ്ഥലത്ത് നിന്നും 18 കിലോമീറ്റർ ദുർഘട വഴികളിലൂടെ സഞ്ചരിച്ച് വേണം കൽപേശ്വറിലേക്ക് എത്താൻ. ഉർഗം ഗ്രാമത്തിൽ നിന്നും നമ്മൾ പിന്നീട് എത്തിച്ചേരുന്നത് ദേവഗ്രാം എന്ന സ്ഥലത്തേക്കാണ്. വാഹന ഗതാഗതം ഇവിടം കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. വലിയൊരു മൈതാനവും ഇവിടെയുണ്ട്. 1-2 താൽക്കാലിക കെട്ടിടങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. വലിയ വാഹനങ്ങൾ വന്നാൽ ഇവിടെ നിർത്തണം. ഇരുചക്രവാഹനങ്ങൾ കുറച്ചുകൂടി മുൻപോട്ട് കൊണ്ടുപോകാം. അങ്ങ് ദൂരെയായി മലഞ്ചെരുവിൽ കാണുന്നതാണ് കൽപേശ്വർ ക്ഷേത്രം. കൽപ്പഗംഗാ നദിക്ക് കുറുകെയായി വലിയൊരു ഇരുമ്പ് പാലവും നിർമ്മിച്ചിട്ടുണ്ട്. വലതുവശത്തായി വലിയൊരു വെള്ളച്ചാട്ടം താഴെ കൽപ്പഗംഗയിലേക്ക് പതിക്കുന്നുണ്ട്. ഈ പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പാലം കടന്ന് കുറച്ച് പടികൾ കയറി വേണം മുകളിലേക്കെത്താൻ. കയറി ചെല്ലുന്ന ഭാഗത്ത് ഒരു വലിയ ഗോപുരവും ഒരു വലിയ മണിയുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ പാദരക്ഷകളും മറ്റും ഇവിടെ അഴിച്ചു മാറ്റി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ചെറിയ ഇടവഴികളിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ വലതുവശത്തായി ഒരു ചെരിഞ്ഞ പാറയുടെ അടിഭാഗത്തായി കുറച്ച് പ്രതിഷ്ഠകൾ കാണാം. 1-2 താൽക്കാലിക കെട്ടിടങ്ങൾ ഒഴിച്ചാൽ ഇവിടെ മറ്റൊരു സംവിധാനങ്ങളുമില്ല. ഒട്ടും തിരക്കുമില്ല, ശബ്ദകോലാഹലങ്ങളില്ല, പ്രകൃതിയുടെ സ്വാഭാവികമായ ശബ്ദങ്ങൾ മാത്രം. തികച്ചും ശാന്തമായൊരിടം. ചെരിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പാറയുടെ 2 വശങ്ങൾ കെട്ടിത്തിരിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പാറയുടെ അടിഭാഗത്തായി അപ്പുറത്തേതുപോലെ തന്നെ കുറച്ച് പ്രതിഷ്ഠകളും കാണാം. ഇതിനോട് ചേർന്നുള്ള ഒരു ഗുഹയിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കുറച്ച് വലിയ പട്ടാള ഉദ്യോഗസ്ഥരും കുടുംബവും ഒക്കെ പൂജയ്ക്കായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പൂജകളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയെങ്കിലേ നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റൂ. അതുകൊണ്ട് കുറച്ചു നേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. അവർ പൂജ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പതിയെ അകത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ മുഖമണ്ഡപമൊന്നുമില്ല, നേരിട്ട് ശ്രീകോവിലേക്കാണ് പ്രവേശിക്കുന്നത്. തീരെ ഇടുങ്ങിയൊരു ഗുഹാഭാഗം. കഷ്ടിച്ച് 8-10 പേർക്ക് മാത്രം നിൽക്കാം. വലതുവശത്തായി ഉയർത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു പീഠത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സ്വയംഭൂവായ ഒരു ചെറിയ ഉരുണ്ട ശിലയാണ് പ്രതിഷ്ഠ. ഈ ശിലയെ മഹാദേവൻ്റെ ജടയായി അല്ലെങ്കിൽ ഒരു ശിവലിംഗമായി സങ്കല്പിച്ചാണ് പൂജാകാര്യങ്ങളൊക്കെ നടക്കുക. അതിശക്തമായ ഒരു ഊർജം ആ ഗുഹയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിച്ചറിയാം. നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കുമൊക്കെ ആ ഒരു ശക്തിയുടെ പ്രവാഹമുണ്ടാവും. കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. ഈ പാറയുടെ ചുവട്ടിലുള്ള ഒരു രഹസ്യ ഗുഹയിൽ സ്വയംഭൂവായ മറ്റൊരു ശിവലിംഗം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മലയടിവാരത്തിൽ കൽപ്പഗംഗാ നദിയുടെ തീരത്തായി മഹാഭാരത കാലഘട്ടത്തോളം പഴക്കമുള്ള ഈ ഗുഹാക്ഷേത്രം പാണ്ഡവരാണ് നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യസ്വാമികളാണ് പുനഃപ്രതിഷ്ഠ നടത്തിയതും പൂജാവിധികൾ നിശ്ചയിച്ചതും. ഇവിടുത്തെ പൂജാരിമാർ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. ശ്രീകോവിലിൻ്റെ പുറകുവശത്തായി ഒരു പാറയുടെ അടിയിൽ ഒരു ചെറിയ ഗണപതിയുടെ പ്രതിഷ്ഠ കൂടി കാണാം. ഇതിന് ചൂട്ടിലായി ഒരു ചെറിയ തീർത്ഥകുളവുമുണ്ട്. കലയവർക്കുണ്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ജലം എപ്പോഴും ശുദ്ധമാണ്. ഔഷധഗുണമുള്ള ഈ തീർത്ഥജലം സേവിക്കുന്നത് രോഗനിവാരണത്തിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ശിവപുരാണമനുസരിച്ച് ദുർവാസാവ മഹർഷി ഇവിടെ ഒരു കൽപ്പവൃക്ഷത്തിൻ്റെ ചൂട്ടിലായി തപസ് ചെയ്തിരുന്നു അത്രേ. അതിനാലാണ് ഇവിടം കൽപേശ്വർ എന്നറിയപ്പെട്ടത്. ഈ കൽപ്പവൃക്ഷത്തിൻ്റെ സങ്കല്പത്തിൽ ക്ഷേത്രമുറ്റത്തായി ഒരു വൻ വൃക്ഷവും നിൽപ്പുണ്ട്. ഈ വൃക്ഷത്തെ കൽപ്പവൃക്ഷത്തിൻ്റെ പ്രതിരൂപമായി കണ്ട് ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നു. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇഷ്ടകാര്യസിദ്ധിക്കും മറ്റുമായി ഈ വൃക്ഷത്തിന് ചുറ്റുമായി ചരടുകളും മറ്റും കെട്ടിയിടുന്നതും കാണാം.
ശ്രീകോവിലിന് മുൻപിലായി ഒരു നന്ദി പ്രതിഷ്ഠയുണ്ട്. പാറയുടെ ചെരുവിലെ ചെറിയ ശ്രീകോവിലുകളിലൊന്നിൽ കൈലാസപർവ്വതത്തിലിരിക്കുന്ന ശിവപാർവതിമാരെയും സമീപത്തായിരിക്കുന്ന ഗണപതിയുടെയും പ്രതിഷ്ഠ കാണാം. അടുത്ത ശ്രീകോവിലിൽ ഹനുമാൻ സ്വാമിയാണ് പ്രതിഷ്ഠ. കൂടാതെ പഞ്ചപാണ്ഡവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. ഇതുകൂടാതെ ധാരാളം തൃശൂലങ്ങളും ഡമരുവുമൊക്കെ ഓരോ ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട്. മഹാദേവൻ്റെ കാവൽമൂർത്തികളെ സങ്കല്പിച്ചാണത്രേ ഇത്. ഈ ക്ഷേത്രത്തെ സങ്കല്പിച്ച് കൂടുതൽ ഐതിഹ്യങ്ങളൊന്നും ലഭ്യമല്ല. കൽപ്പേശ്വർ ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും തുറന്നിരിക്കുമെങ്കിലും ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ മാസങ്ങൾ ഏപ്രിൽ, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ്. മഴക്കാലത്ത് അധികം തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാറുമില്ല. കഴിവതും ഹെലാങ്ങിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള യാത്ര രാവിലെ തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. ക്ഷേത്രനട രാവിലെ 6 മണിക്ക് തുറന്നാൽ വൈകുന്നേരം 7 മണിയോടുകൂടി അടയ്ക്കുകയും ചെയ്യും. ഇവിടെ താമസത്തിനായി പൂജാരിമാരുടെ ഒരു ചെറിയ കെട്ടിടം മാത്രമാണുള്ളത്. 8-10 പേർക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാമെങ്കിലും കൂടുതൽ ആളുകൾ വന്നാൽ ബുദ്ധിമുട്ടാവും. പക്ഷേ തൊട്ടപ്പുറത്തുള്ള ഉർഗാം ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റൂം സൗകര്യങ്ങൾ കിട്ടുന്നതുമാണ്. സമയം താമസിക്കുന്നതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ അവിടെ നിന്നും തിരികെ ഇറങ്ങി. ക്ഷേത്രഗോപുരത്തിൻ്റെ ആ ഭാഗത്തുള്ള ഒരു ചെറിയ ഷെഡിൽ ഒരു സന്യാസി ഹോമകുണ്ഡത്തിനുള്ളിൽ ഉത്താണിക്കാൽ വെച്ച് ചായ ഉണ്ടാക്കുന്നതും കണ്ടു. വർഷങ്ങളായി സംസാരിക്കാത്ത ഒരു മൗനി ബാബ ഇവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണാനായതുമില്ല. കൽപ്പഗംഗ താഴ്വരയിലാണ് കൽപ്പേശ്വർ സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്ത് കൽപ്പഗംഗയെ ഹിരണ്യവതി എന്നാണ് വിളിച്ചിരുന്നത്. ഇവിടെ നിന്നും കുറച്ചു ദൂരം ഒഴുകി അളകനന്ദയിലേക്ക് ഈ നദി ചെന്ന് ചേരുകയും ചെയ്യും. ചൗഖംബ കൊടുമുടിയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിച്ചു വരുന്നത്. ഈ പഞ്ചകേദാറുകളെല്ലാം ബന്ധിച്ച് മറ്റൊരു നടപ്പാത കൂടിയുണ്ട്. പുരാതന കാലം മുതൽക്കുള്ള യാത്രാവഴിയും അതുതന്നെയാണ്. രുദ്രനാഥിൽ നിന്നുള്ള 20 കിലോമീറ്റർ നീളുന്ന ഡുമക് എന്ന ഗ്രാമം വഴിയുള്ള ഒരു ട്രെക്കിംഗ് പാത ഇങ്ങോട്ടേക്കുണ്ട്. ഘോര വനങ്ങളും താഴ്വാരങ്ങളും പിന്നിട്ട് ഇവിടെ എത്തുന്ന ആ മനോഹര പാത ട്രെക്കേഴ്സിൻ്റെ ഒരു സ്വപ്ന ഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത്. സാധിച്ചാൽ അതുവഴി ഒരിക്കൽ യാത്ര ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളും ചില പുരാതന ക്ഷേത്രങ്ങളുമൊക്കെ വേറെയുണ്ട്. പക്ഷേ ദിവസങ്ങളോളം ഇവിടെ താമസിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ എത്താൻ പറ്റൂ. ഉർഗം ഗ്രാമത്തിലാണ് സപ്തബദരി ക്ഷേത്രങ്ങളിലൊന്നായ ധ്യാൻബദരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മകമൽ, നന്ദാദേവി, ദ്രോണഗിരി, തൃശൂൽ തുടങ്ങിയ ഒട്ടേറെ കൊടുമുടികളാണ് ഈ പ്രദേശത്തിന് ചുറ്റുമായി കാണാൻ കഴിയുന്നത്. ഉത്തരാഖണ്ഡിലെ ഏക ശ്രീകൃഷ്ണ ക്ഷേത്രമായ ബൻസി നാരായൺ സ്ഥിതി ചെയ്യുന്നതും ഈ പ്രദേശത്താണ്. കൽപ്പേശ്വറിൽ നിന്നും രുദ്രനാഥിലേക്ക് പോകുന്ന പരമ്പരാഗത പാതയിൽ 12 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ജന്മാഷ്ടമി ദിവസം മാത്രമേ ഈ ക്ഷേത്രം തുറക്കൂ എന്നൊരു പ്രത്യേകതയുമുണ്ട്. കൽപ്പേശ്വർ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുകൂടി മുകളിലേക്ക് പോകുന്ന ആ പാതയാണത്. ഹിമാലയൻ കൊടുമുടികളുടെ വിശാലമായ കാഴ്ചകളുള്ള ഒരു പുൽമേട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് പോകാനായില്ല. ഉർഗം ഗ്രാമത്തിലെത്തി അവിടെ നിന്നൊരു കാപ്പിയും കുടിച്ച് അല്പം വിശ്രമിച്ചതിന് ശേഷം നേരെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. Ta-da!